ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതിവിടെ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവർ കടന്നു പോകുന്ന സാഹചര്യം എന്താണ്, അതുപോലെ നിങ്ങളോടുള്ള ഫീലിങ്സും എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് ആദ്യം അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാവേ. 6 കാർഡ്സ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സിന് 6 കാർഡ്സ് എടുക്കും. പിന്നെ നമ്മൾ മെസ്സേജ് നോക്കുന്നതാണ്. 7 ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് സോർഡ്സ്, 10 ഓഫ് വാൻഡ്സ്, 8 ഓഫ് വാൻഡ്സ്, ചാരിയട്ട്. ഒരു കറണ്ട് സിറ്റുവേഷൻ ആണിത്. ഇനി നിങ്ങളോടുള്ള മനോഭാവം ഒന്ന് നോക്കാവേ. നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇതിവിടെ ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. നോക്കുക, കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ദ ലവേഴ്സ്, 4 ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, സ്റ്റാർ, കിങ് ഓഫ് വാൻഡ്സ്. 6 കാർഡ്സ് ആയ ബോട്ടം വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ, ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവരിവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന എനർജിയാണ്. മനസ്സിലായി? നന്നായിട്ട് ആത്മീയതയിലേക്ക് കടക്കുന്ന എനർജി, യജ്ഞം, യാഗം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പിന്നെ പറയാവേ. അപ്പൊ ഇവിടെ ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അവരുടെ കറണ്ട് സാഹചര്യം, കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റക്കാണ്, കണ്ടില്ലേ? അവരുടെ ആ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇതുവരെ പോയ സന്തോഷങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതിവിടെ നിലച്ചിരിക്കുന്നു, സ്റ്റക്കാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ വല്ലാണ്ട് നിന്നു പോയിരിക്കുകയാണ്. മുന്നോട്ടുമില്ല, ബാക്കിലോട്ടുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നു. കാരണം ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് അല്ല, പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. ഒന്നുകിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ നിൽക്കുകയാവാം. ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്ന സാമ്പത്തികം ലഭിക്കാൻ വേണ്ടിയാകാം. ഇനി അതുമല്ല എങ്കിൽ ജോലി ചെയ്ത സാമ്പത്തികം കിട്ടാനുമാകാം. എന്തായാലും ശരി, അവരിവിടെ ഒരു വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. മനസ്സിലായി? പിന്നീട് അവരുടെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഭാരമേറിയ ഒരു ചുമട് അവരുടെ തോളിലുണ്ട്. അതൊന്ന് താഴെ വയ്ക്കണം, അതൊന്ന് നിർത്തി വയ്ക്കണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് തീർക്കണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്.
കാരണം അവരുടെ കുടുംബത്തിലായാലും ഇനി ഏതൊരു സാഹചര്യത്തിലായാലും അവരുടെ ഓഫീസ് കാര്യങ്ങളാവാൻ, ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്നിടത്ത്, സൊസൈറ്റിയിൽ, എവിടെയായാലും അവർ നല്ലൊരു ഭാരം വഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ഭാരം വഹിക്കുന്നത് അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഇവിടെ തീർക്കണം, എന്നിട്ട് മുന്നോട്ട് വരണം എന്ന് അവരിവിടെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ 8 ഓഫ് വൺസ് വളരെ ശക്തമായ രീതിയിൽ എന്തൊക്കെയോ അവരുടെ തോട്ട്സ് വരുന്നുണ്ട്. അവർ വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ആരെങ്കിലുമായിട്ട് കൂടിച്ചേരണമെന്ന്, സംസാരിക്കണമെന്ന്, മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതുപോലെ തന്നെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. അവരിവിടെ വല്ലാണ്ട് ഓവർ തിങ്കിങ് ആണ്. അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ചിന്തിച്ചിട്ടും മതിയാകുന്നില്ല. രാത്രിയായാലും പകലായാലും അവർ ഒരുപാട് ചിന്തിക്കുന്നു. നിങ്ങളെ പറ്റിയാവും, ഇനി ആരെ പറ്റിയായാലും. ചിലപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ വേറൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ആവണമെന്നൊന്നുമില്ല. സാമ്പത്തികത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാവാം, ഇനി അഥവാ അവരുടെ വീട്ടുകാർ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതുമാകാം. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം, കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു വിധത്തിലുള്ള മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയാണെന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് സോഡ്സ്, പുതിയൊരു തുടക്കം വരണം, പുതിയ ചില കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം, പുതിയ ചില തുടക്കങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്തിട്ട് അവരൊരു പുതിയ തുടക്കത്തിലേക്ക് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും കണ്ടില്ലേ, ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്. വളരെ വളരെ നല്ല എനർജിയാണ്. എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നൊക്കെ ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെയുള്ള എനർജീസ് എപ്പോഴും വരാറുണ്ട് അല്ലേ. നിങ്ങൾ വിചാരിക്കും ഞാൻ എടുക്കുമ്പോൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ നിങ്ങൾക്ക് എല്ലാം നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കാർഡ്സ് എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ. എന്തായാലും ശരി, ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിരിയും, പക്ഷെ പിന്നെയും വരും. ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴും സത്യസന്ധത പുലർത്താൻ ഇവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കള്ളങ്ങളൊക്കെ പറയാമായിരിക്കും, എന്നാലും ശരി വലിയ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെയും അവർക്ക് എന്തോ പണ്ടങ്ങോ കണ്ടിട്ടുള്ളതുപോലെ, അല്ലെ എൻ്റെ ഏതോ ഒരു ബന്ധുവാണല്ലോ ഇത്, അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ആളാണല്ലോ ഇത്, എൻ്റെ ആ പാർട്ട്ണർ ആണല്ലോ ഇത്. പലപ്പോഴും സ്വപ്നങ്ങൾ പാർട്ട്ണറെ കാണിച്ചു തരും. അതായത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങളാണ്, എനിക്ക് ഇന്നതുപോലെയുള്ള പാർട്ട്ണർ വേണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ കഴിയുമ്പോഴൊക്കെ സ്വപ്നം കാണാറുണ്ട് അല്ലെ. അപ്പൊ അവർ വിചാരിക്കുന്നത്, നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നത്, ഞാൻ സ്വപ്നം കണ്ട പാർട്ട്ണർ ആണല്ലോ ഇത്. അതാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഈ കണക്ഷൻ നിങ്ങളിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു കണക്ഷൻ ആയിരുന്നു. നല്ലതുപോലെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നവരും ആണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രണ്ടുപേർ തമ്മിൽ നോ കോണ്ടാക്റ്റിലാവുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണെന്നാണ് കാണുന്നത്. നല്ല പോലെ സ്നേഹിച്ച് മുന്നോട്ട് വന്നിരുന്നവർ പെട്ടെന്ന് എന്തോ പ്രശ്നമുണ്ടായിട്ട് വേർപെടുകയാണ് ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തെ ഒരു വേർപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വേർപാട് മാത്രമാണെന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് കിങ് ഓഫ് സോഡ്സിന്റെ എനർജി. നിങ്ങളിവിടെ നല്ലതുപോലെ ചിന്തിക്കാനും വാക്കുകൾക്ക് നല്ലതുപോലെ അർത്ഥം കൊടുത്ത്, വാക്കുകളെ സ്ഥിരമായി നിലനിർത്താനും നിങ്ങൾ മിടുക്കരാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് അത്രമാത്രം വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് അവരിവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഹൈ എനർജിയിലുള്ള, വാല്യൂബിൾ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നവർ നിങ്ങളെപ്പറ്റി ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന സമയം 4 ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ. അത് തന്നെയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന കാലത്ത് അവരിപ്പോൾ ആ ഒരു സന്തോഷത്തെ അയവിറക്കുന്നു എന്ന് കാണുന്നുണ്ട്.
വളരെയധികം സന്തോഷത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാനായാലും മറ്റ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായാലും എങ്ങനെയായാലും അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള സ്നേഹബന്ധങ്ങൾക്കും ബാധകമാണ്. അത് നിങ്ങളുടെ സാഹചര്യമായിരിക്കാം. ഇനി ഒന്നിച്ചു കഴിഞ്ഞ ദമ്പതികൾക്ക് ആവാമല്ലോ. അപ്പൊ അവിടെയും എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, അയ്യോ ഈ വ്യക്തി എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. അങ്ങനെ ആവാം. ഇനി ഏത് തരത്തിലുള്ള ബന്ധങ്ങൾക്കും ഇത് ബാധകമാണ്. മനസ്സിലായി? അല്ലാതെ ഞാൻ ഒരു ബന്ധത്തെ മാത്രം ഊന്നി അല്ല പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. കണ്ടില്ല, നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ബർത്ത്ഡേ ആഘോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു വിവാഹ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നു. എന്ത് ആഘോഷം വരുമ്പോഴും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വരാൻ നോക്കിയിരിക്കുക ആയിരുന്നു, നിങ്ങൾ ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്താണ് കഴിഞ്ഞിരുന്നത് ജീവിതം. അത്രമാത്രം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നതും ഇതേ തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതേ ഫീലിങ്സ് അവർക്ക് ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും കുറച്ചുകൂടി സ്നേഹത്തോടും ദയോടും കൂടി നിങ്ങളോട് പെരുമാറണം, നിങ്ങളെ വശത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ വശത്ത് കൊണ്ടുവന്നിരുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതായിരിക്കാം, അല്ലെങ്കിൽ അവർ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതായിരിക്കാം. എന്തായാലും ശരി, നിങ്ങൾ ഒന്നിച്ചു കൂടിയത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം കണ്ടിരുന്നു, അല്ലെങ്കിൽ കണ്ടപ്പോൾ നല്ല പരിചയമുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായി? പിന്നെ ബന്ധത്തിലായതിനു ശേഷം വല്ലാത്ത സ്നേഹവും കൂടിപ്പോയി. അതും ഇവിടെ വല്ലാതെ നിങ്ങൾ ഫീൽ ചെയ്തിരുന്നു, വല്ലാതെ നിങ്ങളെ അലട്ടിയിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവർത്തികളൊക്കെ അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു, ഒരുപാട് സന്തോഷത്തെ നൽകിയിരുന്നു. അവർക്ക് നല്ലൊരു ഹീലിംഗ് എഫക്റ്റ് ആണ് നൽകിയിരുന്നത് എന്നവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിലായാലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മിടുക്കരാണ് എന്നവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള നിങ്ങളെ ഇവിടെ വിട്ടുപിരിയാനൊന്നും അവർക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളെ കൂടെ ചേർത്ത് കൂട്ടിക്കൊണ്ടു പോക തന്നെയാണ് അവർ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് അവർ നിങ്ങളെപ്പറ്റി ഇവിടെ ചിന്തിക്കുന്നതും. മനസ്സിലായി? നിങ്ങൾ കൂടെ ഇല്ലാത്ത ജീവിതം ഒരുപാട് ദുഃഖത്തിലാഴ്ത്തും അവരെ. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു, സമൃദ്ധി അനുഭവിച്ചിരുന്നു. കാരണം നിങ്ങൾ അവരെ നല്ല വഴിക്ക് ഗൈഡ് ചെയ്തിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ബന്ധത്തിലായിരുന്നു നിങ്ങൾ തമ്മിൽ കഴിഞ്ഞിരുന്നത്. അതുപോലെ സ്നേഹബന്ധത്തിലായിരുന്നു, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഈ വേർപാട് നിമിത്തം അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസിന്റെ എനർജി അവർ വീണ്ടും നിങ്ങളെ ഹൈ എനർജിയിലുള്ള വ്യക്തിയായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ്, അതുപോലെ തന്നെ ഫിസിക്കലായി അട്രാക്റ്റീവ് ആണ് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്താണ് ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. ഇന്നർ വോയിസ് ആണ്. അവരിടയ്ക്കിടയ്ക്ക് ഇന്നർ വോയിസ് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടയ്ക്കിടയ്ക്ക് വിചാരിക്കും അവർക്ക് നല്ല ഇൻറ്റ്യൂഷൻ ഉള്ള വ്യക്തികളാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്തരത്തിലുള്ള കണക്ഷനാണ്, ദൈവികമായ ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇന്നർ വോയിസ് ഉണ്ടാകുന്നുണ്ട്, ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായി? പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണിത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എത്ര കാലം പിരിഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവർ ഒരുപാട് കാലം പിരിഞ്ഞിരിക്കില്ല, അവർ വരും. അവർക്കും അറിയാം ഇത് ഒത്തിരി കാലം ഇവരെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ഒന്നിച്ചു ചേർന്നേ മതിയാകൂ, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവരും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസൈറ്റ് അവർക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നർ വോയിസ് അവർ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളും കേൾക്കുന്നുണ്ടാവും. അവർ വരും, ഇത്ര ദിവസത്തിനകം അവർ വരും, മെസ്സേജ് വരും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ ചേഞ്ച് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് വരും നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ്, ഡിവൈൻ ഫെമിനിൻ എനർജി കൂടി ചേർന്ന ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നർ വോയിസ് കേൾക്കാനും സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നമ്മൾ. വളരെയധികം ദൈവികമായ എനർജിയാണ് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ ചേർന്നു. ചില പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ വേർപെടുന്നു, വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മാറ്റം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ കഴിയുന്നവരല്ല, ഇങ്ങനെ അകന്ന് കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസിങ് ആണ്. ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് സോൾ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോൾ ക്ലിയർ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരൽ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേരുക തന്നെ ചെയ്യും. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും കൈകൾ കോർത്ത് പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ വളരെ നല്ല ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകുന്നു എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ളത്. ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. കണ്ടില്ലേ, ഇടയിൽ തണ്ടർബോൾട്ട്, അതായത് ഇവിടെ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ്. കണ്ടില്ലേ, അവർ ഇടയ്ക്കിടയ്ക്ക് മുഖം മൂടി അണിഞ്ഞ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിറയെ നന്മയാണ്. നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ്, സത്യസന്ധരായ വ്യക്തികളാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇവർ ഇതിനിടയ്ക്കിടയ്ക്ക് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ചില കള്ളങ്ങൾ അവരുടെ മുഖത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ഇല്ല, ഫേസ് മാസ്ക് ആണ് ഇവിടെ. കണ്ടില്ലേ, അവരുടെ ഉള്ളിൽ ഇല്ല, പക്ഷെ മുഖത്ത് വരുത്തിക്കൊണ്ട് ആ ഒരു സ്നേഹം ചിലപ്പോൾ മുഖത്ത് വരുത്തുന്നു, അല്ലെങ്കിൽ കള്ളം പറഞ്ഞത് ഉള്ളിലുണ്ട്. അത് മുഖത്ത് കാണാതിരിക്കാനായിട്ട് അവർ പാടുപെടുന്നു. അങ്ങനെയൊക്കെയുള്ള ചില മറിമായങ്ങൾ അവരുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാരണം എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഇവരെന്നോട് ഇത് കള്ളമാണല്ലോ പറയുന്നതെന്ന്, അല്ലെ. ഇവരെന്നോട് ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇവരൊരു മാസ്ക് അണിഞ്ഞാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസൈറ്റ് ലഭിക്കുന്നവരാണ്. മനസ്സിലായ? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ തൽക്കാലത്തേക്ക് വേർപാട് വന്നത്, തൽക്കാലത്തേക്ക് ഈ ഒരു എനർജി വന്നത്. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ചേഞ്ച് വരും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. അത് ഏത് വിധത്തിലായാലും, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏത് വിധത്തിലായാലും അത് നിങ്ങളുടെ സാഹചര്യമാണ്. ഇനി നമുക്ക് ഇവിടെ അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. കണ്ടില്ലേ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. അപ്പൊ അവരുടെ കറണ്ട് എനർജിയിലും കറണ്ട് സിറ്റുവേഷനിലും ഈ ഒരു എനർജി ഉണ്ട്. കാരണം അവർ ചിന്തിക്കുന്നുണ്ട്, നൈറ്റ് ഓഫ് കപ്സ്, അവർ എവിടെ ഇരുന്നാലും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നവരാണ്. മനസ്സിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇനി തേർഡ് പാർട്ടിയും ഉണ്ടാകാം. അതൊക്കെ ചില സാഹചര്യത്തിൽ വന്നു പോകാം, ഇനി എങ്ങനെയായാലും. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ, എന്നാൽ നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാവുമോ എന്നൊക്കെ ചോദിക്കാം. അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അവർ കുറ്റബോധം തോന്നുന്ന നിങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് വരും. അങ്ങനെയും സംഭവിക്കാമല്ലോ. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എവിടെ പോയിരുന്നാലും നിങ്ങളോട് സ്നേഹമുണ്ട്, ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ തന്നെയാണ്. മറ്റു പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ എന്ന് കാണുന്നുണ്ട്. അപ്പോഴും നിങ്ങളിലേക്കാണ് സ്നേഹം കൂടുതൽ. നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് എൻജോയ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോൾ ഇവിടെ വന്ന കാർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ,
ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അവർ ഇവിടെ നിങ്ങൾ വീണ്ടും വന്നു ചേരാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു എന്ന് വേണം ഇവിടെ കാണാൻ. മറ്റു പൂജകളും യാഗങ്ങളും ഒക്കെ നടത്തുകയാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ പറ്റിയുള്ള ചിന്ത ആണ്. അപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചാണ്, അല്ല നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോൾ വന്നതാണ് ഈ ഒരു ബോട്ടം. ഇവിടെ കണ്ടില്ലേ, ക്യൂൻ ഓഫ് കപ്സ് ആണ് തൊട്ട് ബൈക്കിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്വയം സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലായി, നിങ്ങൾ പരസ്പരം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം കുറ്റബോധം ഉണ്ടാകും, പരസ്പരം വേദനിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതാണ് കാണുന്നത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ സമയത്ത് അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഐ കനോട്ട് സീ യു ക്രൈ. എനിക്ക് നിങ്ങളുടെ കരച്ചിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. നമ്മളിവിടെ പറഞ്ഞു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എത്ര സത്യമാണ് അല്ലേ? നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത് തന്നെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ വിഷമിക്കുന്നത് ഏത് സമയത്താണ്, എങ്ങനെയാണെന്നൊക്കെ. നിങ്ങൾക്കും അത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ല. അപ്പൊ ഇങ്ങനെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിതിന് കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരിവിടെ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും യു ടച്ച്ഡ് മൈ ഹാർട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ സ്ഥാനം എൻ്റെ ഹൃദയത്തിലുണ്ട്. എത്ര തേർഡ് പാർട്ടി ഉണ്ടോ, എത്ര പ്രശ്നങ്ങൾ വേറെ ഉണ്ടോ, നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അത്രമാത്രം ഹൃദയസ്പർശിയായ ഒരു സ്നേഹമാണ് നമ്മൾ തമ്മിലുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ലവേഴ്സിന്റെ എനർജി വന്നത്. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മ കാണുമല്ലോ. അപ്പൊ അതേ എനർജി തന്നെയാണ് അവരിവിടെ മെസ്സേജ് ഇടുന്നതും, അതേ എനർജിയിൽ തന്നെയാണ്. ഇല്ല, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു വേർപാട് ഇവിടെ സംഭവിക്കില്ല. കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും. അത് തൽക്കാലത്ത് ഒരു നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. പൊളിറ്റീഷ്യൻസ് കണ്ടില്ലേ, അതാണ് ഇവിടെ മാസ്ക് വന്നിരിക്കുന്നത്. പൊളിറ്റിക്സിലെയാണ് ഈ മാസ്ക് എന്ന് പറയുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത്. അവരെങ്ങനെയാണ്, അവർ തൽക്കാലത്തെ കാര്യം സാധിക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ പറയും അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് മറ്റൊരു മുഖമുണ്ട്. സിൻസിയറായി അവർക്ക് മറ്റൊരു മുഖമുണ്ട്. പക്ഷെ കാര്യം സാധിക്കണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു വരണ്ടേ, ഒന്ന് മെമ്പർ ആവണമല്ലോ. അപ്പൊ അതിനായിട്ട് നിങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞതുപോലെയാണ് അവരും നിങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം വന്നത് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? ഐ ഹോപ്പ് യു വിൽ ഫോർഗിവ് മീ സൂൺ. കണ്ടോ? അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് തരണം, എന്നോട് ഇത് പൊറുക്കുമെന്ന്. ഞാൻ ഈ തെറ്റ് ചെയ്തതുണ്ടല്ലോ, എന്നോട് ഇത് പൊറുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് മുന്നോട്ട് വരും എന്നുള്ളത്. മനസ്സിലായോ? ഒരു കാർഡ് എടുക്കാവേ. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കറിയാം. അതാണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് മാസ്ക് ഇട്ട് പെരുമാറിയത്. മനസ്സിലായി? അല്ലാതെ ഞാൻ നല്ല സിൻസിയറായ വ്യക്തി തന്നെയാണ്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, നിങ്ങൾക്ക് സ്ഥാനം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരിക്കലും ദൂരേക്ക് വിട്ടുപിരിഞ്ഞ് പോവില്ല. എന്നേക്കുമായിട്ടൊരു വേർപാട് ഇവിടെ സംഭവിക്കില്ല. തൽക്കാലത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. വരും പോകും. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. ഇനി ലെറ്റ് us spend some time together. ഒന്നിച്ച് നമുക്ക് കുറച്ചു നേരം ഒന്ന് ചിലവഴിക്കാൻ അനുവദിക്കൂ. നമുക്ക് കുറച്ചു നേരം നമ്മളൊന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും.
മനസ്സൊന്ന് ക്ലിയർ ആവും അല്ലേ, അതിനായിട്ട് അനുവദിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും ഇവിടെ നമ്മുടെ ഒറക്കിൾ കാർഡ്സിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ്, ദ ബർഡൻ ആണ്, കണ്ടില്ലേ? അവർക്ക് ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ താങ്ങാവുന്നതിൽ അപ്പുറത്തായിട്ട് ഭാരം താങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്തിരി ഒന്ന് കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുന്നത്, ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് എന്നാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റം വരും, അവരുടെ ജീവിതത്തിൽ മാറ്റം വരും, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും മാറ്റം വരും, നിങ്ങൾ ഒന്നിച്ച് ചേരും, ഒന്നിച്ച് മുന്നോട്ട് പോകും എന്നാണ് വീണ്ടും നമ്മൾ കാണുന്നത്. വളരെ നല്ല എനർജിയാണ് അല്ലേ. നമുക്ക് ക്ലൂസ് വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. 5 കാർഡ്സ്, 5 ക്ലൂസ് ഒന്ന് നോക്കാവേ. ലിയോയാണ്, ചിങ്ങമാസം, മകം, പൂരം, ഉത്തരം, കാൽ. ലെറ്റർ ടി, ലെറ്റർ യു. ആലപ്പുഴ. ക്യാൻസർ, കർക്കിടകം, പുണർത്തം, കാൽ, പൂയം, ആയില്യം. കോഴിക്കോട്. നമ്പർ 5, മാർച്ച് മന്ത്. ലെറ്റർ സി, ലെറ്റർ ഡി. ലെറ്റർ ഐ, ലെറ്റർ ജെ. ഏരീസ്, മേടമാസം, അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഡിസംബർ മന്ത്. കണ്ണൂർ. സ്കോർപിയോ, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ഒക്ടോബർ മന്ത്. നമ്പർ 6, വിർഗോ, കന്നിമാസം, ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അര. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് ഇതൊക്കെയാണ്. കുറച്ച് ക്ലൂസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊരു ചെറിയ റീഡിങ് ആയിരുന്നിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്, ഇതൊക്കെയാണ് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.